ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആവർത്തിച്ച് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ. അന്നു മുതൽ സാധിച്ചില്ലെങ്കിൽ ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാനയായി അർപ്പിക്കണമെന്നും ബിഷപ്പിന്റെ സന്ദേശം. ഇത് നമ്മുടെ അതിരൂപതയിലും നടപ്പിലാക്കേണ്ട സമയമായി. നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 2024 ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിൽ വരുത്തണം. കീർത്തി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. കീർത്തി, അതായത് ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്ന നിലപാടിൽ ഉറയ്ക്കുകയാണോ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ? നാളെ മുതൽ ജൂലൈ 3, അതായത് നാളെ മുതൽ കുർബാന നടപ്പിലാക്കണമെന്നാണ് പറയുന്നത്. ഒരു സമവായ ശ്രമമെന്നോണം ഇനി നാളെ നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഏകീകൃത കുർബാന ക്രമത്തിലേക്ക് മാറണം എന്ന നിർദ്ദേശവും ബിഷപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിമത വിഭാഗമടക്കം ഈ നിർദ്ദേശത്തോട് സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്താണ്? പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയാണോ അതോ സമവായത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? മനു, ജൂലൈ 3 മുതൽ, അതായത് നാളെ മുതൽ സഭയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അദ്ദേഹം ഇത്തരമൊരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടത്. ഇങ്ങനൊരു സന്ദേശം മാത്രമല്ല, ഒരു അന്ത്യശാസനം നൽകുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഈ ഒരു ഏകീകൃത കുർബാന എല്ലാവരും നടപ്പാക്കണം, ഇതിനായി എല്ലാ വിശ്വാസികളും സഹകരിക്കണമെന്നാണ് അദ്ദേഹം സന്ദേശത്തിൽ പറയുന്നത്. അന്നു മുതൽ സാധിച്ചില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു കാരണവശാൽ ഇങ്ങനെ ഏകീകൃത കുർബാന നടത്താൻ സാധിച്ചില്ലെങ്കിൽ ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലും ഒരു കുർബാന അത് ഏകീകൃത കുർബാനയായി നടത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാത്ത പക്ഷം അവർക്കെതിരെ സഭാ നിയമപ്രകാരമുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ ആ വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. സർക്കുലറിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസ്തയോടുകൂടി തന്നെ അനുസരിക്കണം. മാർപ്പാപ്പയുടെ വാക്കുകൾ മാർപ്പാപ്പയെ അനുസരിക്കേണ്ട സമയമായതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 3 പ്രാവശ്യം മാർപ്പാപ്പ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയി തന്നെ മാർപ്പാപ്പ നിരന്തരം ഇത് ആവശ്യപ്പെടുന്നതാണ്. 35 രൂപതകളിൽ 34 രൂപതകൾ ഈ ഏകീകൃത കുർബാന സിനഡിന്റെ തീരുമാനം 1999 സിനഡ് തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞു. ഈ സിറോ മലബാർ സഭയുടെ കേന്ദ്രമുള്ള ഒരു പ്രധാനപ്പെട്ട ഈ എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമാണ് ഇത്തരം ഒരു സിനഡിന്റെ തീരുമാനം അംഗീകരിക്കാത്തത്. ഇനി ഒരു സമയമായിരിക്കുന്നു, മാർപ്പാപ്പയെ അനുസരിക്കേണ്ട ഒരു സമയമായിരിക്കുന്നു. ഈ 1999 ഈ സിനഡ് തീരുമാനം അംഗീകരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അനുസരണ വ്രതത്തിന്റെ ശുദ്ധി നഷ്ടപ്പെടുത്തരുതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഏകീകൃത കുർബാന അർപ്പിക്കാത്തവർക്ക് സ്വതന്ത്ര സഭയാകാം എന്ന പ്രചാരണം നടക്കുന്നുണ്ട്. ഇത് മുൻപ് ഈ തർക്കങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ അൽമായ മുന്നേറ്റ സമിതിയൊക്കെ ഇത്തരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. ജനാഭിമുഖ കുർബാന ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്നായിരുന്നു അവരുടെ പക്ഷം. അല്ലാത്ത പക്ഷം ഒരു സ്വതന്ത്ര സഭയായി മാർപ്പാപ്പയ്ക്ക് കീഴിൽ സ്വതന്ത്ര സഭയായി നിൽക്കുമെന്നും അവർ പറയുകയുണ്ടായി. ഇത്തരം പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരം നുണപ്രചാരണങ്ങളിലൊന്നും വിശ്വസിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. സഭയുടെ ജീവനാടി കുർബാന അർപ്പണമാണ്. അടിസ്ഥാന ആരാധനാ ക്രമത്തിൽ ഐക്യമില്ലാതെ സഭയിൽ ഐക്യം സാധ്യമാകില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ ഈ ഒരു വീഡിയോ സന്ദേശം, ഈ ബിഷപ്പിന്റെ നിർദ്ദേശമൊക്കെ തന്നെ തള്ളിക്കൊണ്ട് അൽമായ മുന്നേറ്റ സമിതി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് മുൻപ് നടന്ന ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വിരുദ്ധമായാണ് അദ്ദേഹം ഈ വീഡിയോ സന്ദേശം പുറത്തിറക്കിയിരിക്കുന്നതെന്നും ഈ സന്ദേശം പിൻവലിക്കണമെന്നുമാണ് അൽമായ മുന്നേറ്റ സമിതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വിശ്വാസികളൊക്കെ ഒരു വിഭാഗ വിശ്വാസികൾ ഇതിന് എതിരാണ്. എന്തായാലും നാളെ മുതലാണ് ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് വിശ്വാസികൾ നടപ്പിലാക്കുമോ, ഇത് സ്വീകരിക്കുമോ എന്നൊക്കെയാണ് ഇനി കണ്ടറിയേണ്ടത്. മനു, ശരി. കീർത്തി വിവരങ്ങൾ നൽകിയത്. ഏതായാലും കുർബാന വിഷയത്തിൽ സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വലിയ പ്രശ്നങ്ങൾ തുടരുകയാണ്. അത് രൂക്ഷമാകുന്ന സാഹചര്യം. മേജർ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. നാളെ മുതൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ്. നാളെ നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസവും വിശേഷ ദിവസങ്ങളിലും ഏകീകൃത കുർബാന ക്രമത്തിലേക്ക് മാറണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ വീഡിയോ സന്ദേശത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് വിമത വിഭാഗം. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. നേരത്തെ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ബിഷപ്പിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിരിക്കുന്നത് എന്നതാണ് അവരുടെ നിലപാട്. ഏതായാലും ഈ പ്രശ്നം ഉടനെ ഒന്നും പരിഹരിക്കാൻ പോകുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് ഈ 2 നിലപാടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ. വിവരങ്ങളാണ് കീർത്തി നൽകിയത്.